കാണാൻ പറ്റിയില്ല. അപ്പം ഇവിടെ വിടത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാരെ ഒന്നും അന്ന് മുതൽ പോലീസുമാർ ഇവിടെ നല്ല പാർട്ടി ചെയ്യുന്നുണ്ട്. അതല്ലേ യഥാർത്ഥത്തിൽ നമ്മളെ ഓരോ രഹസ്യങ്ങൾ അവർ എടുക്കുന്ന പറഞ്ഞിട്ടാണ്. അതെയോ? ഞങ്ങളെ വീടൊക്കെ പറ്റ പൊളിഞ്ഞതായിട്ട് അവർ നമുക്കൊരു വാടക തരുന്നില്ല, ഒരു ആനുകൂല്യം നമുക്ക് തരുന്നില്ല, 9,000 തരുന്നില്ല, ഒരു 10,000 കൊടുത്തു. ഒരു ആനുകൂല്യം കിട്ടുന്നില്ലല്ലേ? ഇല്ല, ഒന്നുമില്ല, ഒരു വാടക ഇല്ല. ഒക്കെ നമ്മൾ അധ്വാനിച്ചിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ഇവിടെ വന്നപ്പം പോലീസുകാർ പറഞ്ഞത് അവിടെ വീണ്ടും ഒരു വില്ലൽ സംഭവിച്ചത് കൊണ്ടാണ് പ്രശ്നങ്ങൾ അപകടം ഉണ്ടാകുന്നതുകൊണ്ടാണ് കടത്തിവിടത്തെന്ന്. അപ്പൊ അതാണോ കാരണം? അല്ല, ഇപ്പൊ അവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പൊ ഭയങ്കര പ്രശ്നമായിട്ട് JCB മണ്ണിച്ച് വെക്കുന്നുണ്ട്. ആണോ? അവിടെ ആൾക്കാർ അടുത്ത് നിൽക്കുന്നുണ്ട്. നല്ല വീടുള്ളവർക്ക് കിട്ടുന്നുണ്ട്. വാസവയ്ക്കല്ലാത്തവര് കിട്ടുന്നില്ല. അതിനെതിരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോ? പഞ്ചായത്തിലൊക്കെ പറയിച്ചില്ലേ? കിട്ടുന്നുണ്ട്. പക്ഷെ അധികാരി വന്ന് നോക്കിയപ്പോ അധികാരി പറയണത് പുതിയ പൊട്ടല്ല, പഴയ പൊട്ടാണ്. ഏതൊരു കണ്ണ് കാണുന്ന ആള് വന്നിട്ടുണ്ട് ഇത് വീട് പൊട്ടിയത് ഈ രണ്ടാമത്തെ പൊട്ട് സംഭവിച്ചപ്പോഴാണ്. പണ്ട് മക്കളെ കിട്ടുന്നത് ഓടിയത്. അങ്ങനെ ഞങ്ങളെ ഇപ്പുറം കടത്തി തന്ന 2 ഫോറസ്റ്റുകാരാണ്. അതിലങ്ങനെ ഇതാക്കിയിട്ട് ഇവരിപ്പോ അങ്ങനെ ചെയ്തു. 3 മാസം 9,000 തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല അല്ലേ? അവരൊരു അപ്പൊ നിങ്ങളിപ്പോ താമസിക്കണൊക്കെ എവിടെയാണ്? വാടകയ്ക്കാണ് ഇപ്പോഴും അല്ലേ? വാടകയ്ക്ക് ഞങ്ങൾ സ്വന്തം. അല്ല, ഒരുപാട് പേര് ആ സമയത്ത് വാഗ്ദാനങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഒരുപാട് വീടുകളും സ്ഥലം മേടിച്ച് വീട് വെക്കാം. അതിലൊന്നും കിട്ടിയില്ല. അത് നിങ്ങൾ വേണ്ടപ്പെട്ടവരെ സമീപിച്ചില്ല? സമീപിക്കാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവര് വന്ന് നോക്കിയാൽ ഇനിയിപ്പോ 2 ദിവസത്തേക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് തന്നെ എല്ലാവർക്കും പറ്റുന്ന അത് പറ്റില്ല, ഞങ്ങള് വന്ന് നോക്കട്ടെ, വീട് വന്ന് നോക്കി തരൂര്. അപ്പൊ ശരി ചേച്ചി, ചേച്ചിയെ പരിചയപ്പെടുന്നത് ഇത്രയൊക്കെ അറിയാൻ സാധിച്ചു. ഞങ്ങൾ ഇവിടെ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വന്നാണ്. അപ്പൊ ഒരുപാട് താങ്ക്സ് കേട്ടോ. ദൈവം എന്തെങ്കിലുമൊക്കെ നല്ല വഴികൾ കാണിച്ചല്ലേ, എന്തെങ്കിലുമൊക്കെ നല്ല വഴികൾ ദൈവം കാണിച്ചു തരും. കാത്തിരിക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. ഞങ്ങളിവിടെ ജസ്റ്റ് സ്ഥലം കാണാൻ വന്നാണ്. അപ്പം പറഞ്ഞെല്ലാം കേട്ടല്ലോ. അപ്പൊ ആ കാണുന്ന വീട് കെട്ടിടക്കുണ്ട്, അതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. അതൊക്കെ നമ്മളെ ഉരുളുപൊട്ടി വന്ന ഒരു ദുരന്തം നല്ല സംഭവമാണ്. അപ്പോൾ ഇതുവരെയായിട്ടും ഇങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഒരു ആനുകൂല്യങ്ങളോ വീടുകളോ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. വളരെ വിഷമമുണ്ട്. അപ്പോൾ ഇതെല്ലാവരും കാണുന്നവർ, എൻ്റെ അധികാരികൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള പാവങ്ങളെ സഹായിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമുക്ക് ഒരുപാട് സങ്കടം തോന്നി. ആ ഇത്താടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വളരെ വിഷമം തോന്നി. അപ്പം കണ്ണിൽ കണ്ട ഒരു സത്യമാണ് ഗൈസ് ഞാനത് പറഞ്ഞത്. അപ്പം എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, ബൈ ബൈ.